എല്ലാവർക്കും ജനതാ ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഹൈലക്സിൻ്റെ റോക്കോ കിറ്റാണ്. ഒരു റെഡ് ഹൈലക്സ് ആയിരുന്നു, ബ്രാൻഡ് ന്യൂ ഹൈലക്സ് ആയിരുന്നു. ഷോറൂമിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് ഫുൾ മോഡിഫിക്കേഷനായിട്ട് വന്നതായിരുന്നു. ഹൈലക്സിനായിട്ട് പ്രധാനമായും 3 ടൈപ്പ് കിറ്റുകളാണ് വരുന്നത്. ഇത് റോക്കോ കിറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് പുറത്തുള്ള ഹൈലക്സ് റോക്കോ കിറ്റിൻ്റെ ഏകദേശം കോപ്പി കിറ്റാണ് വരുന്നത്. ഫുള്ളി ഇമ്പോർട്ടഡ് ആണ്, തൈവാൻ ഇമ്പോർട്ടഡുള്ള കിറ്റാണ് വരുന്നത്. രണ്ടാമത് വരുന്ന കിറ്റ് GR കിറ്റാണ്. GR കിറ്റ് നമ്മൾ ഒരുപാട് വണ്ടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ GR കിറ്റിൻ്റെ പ്രത്യേകതയും അതേപോലെ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അലോയ്സും ടയറും അതിന് കമ്പൾസറി ആയിട്ട് ആഡ് ചെയ്യണം. കാരണം റോക്കോ കിറ്റ് നോക്കുവാണെങ്കിൽ വീൽ ആർച്ചസ് എല്ലാം കറക്റ്റ് ബോഡി ലൈനിലാണ് വരുന്നത്. നമ്മുടെ ടയറുമായിട്ട് ഓൾമോസ്റ്റ് മാച്ച് ആയിപ്പോൾ. പക്ഷേ GR കിറ്റ് വരുമ്പോൾ കുറച്ചുകൂടെ വൈഡ് ബോഡി കിറ്റാണ്. വീൽ ആർച്ചസ് എല്ലാം വൈഡറാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അലോയ്സും ടയറും സ്പേസറും അപ്ഗ്രേഡ് കൊടുത്താൽ മാത്രമേ അതൊരു കറക്റ്റ് സ്റ്റാൻസ് കിട്ടത്തുള്ളൂ. ഏറ്റവും നമുക്ക് സിമ്പിളായിട്ട് ഒറിജിനൽ OEM സെറ്റപ്പിൽ തന്നെ ഓടിക്കാൻ പറ്റുന്ന ഒരു കിറ്റാണ് റോക്കോ കിറ്റ്. അപ്പോൾ ആ റോക്കോ കിറ്റാണ് നമ്മൾ ഈ വണ്ടിയിൽ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. കൂടെ ഇതിനോട് മാനുവൽ ഷട്ടർ ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ഷട്ടർ ചെയ്തിട്ടുണ്ട്. JCBL എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഓട്ടോമാറ്റിക് ഷട്ടറാണ് ചെയ്തിരിക്കുന്നത്. വിത്ത് 2 ഇയർ വാറണ്ടിയാണ് അതിന് വരുന്നത്. അപ്പോൾ എന്തൊക്കെ വർക്കുകളാണ് ഇതിനകത്ത് മെയിനായിട്ട് ചെയ്തേക്കുന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ റോക്കോ കിറ്റിൽ വന്നിരിക്കുന്ന മാറ്റം പ്രധാനമായിട്ട് നമ്മുടെ ബമ്പറിലാണ്. ഫ്രണ്ട് സ്റ്റോക്ക് ബമ്പർ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യും. ഈ പോർഷൻ തൊട്ട് താഴത്തെ എൻഡ് വരെയുള്ള ബമ്പർ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യും. ഫോഗ് ലാമ്പ് നമ്മൾ ഒറിജിനൽ ഫോഗ് ലാമ്പ് തന്നെയാണ് ഇതിനകത്ത് റിമൂവ് ആക്കി ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ കിറ്റിനോടെ തന്നെ ഫോഗ് ലാമ്പ് വരുന്നുണ്ടെങ്കിലും നമ്മുടെ കമ്പനി തരുന്ന ഫോഗ് ലാമ്പാണ് കുറച്ചുകൂടെ ബ്രൈറ്റ്നസ്. ഇൻ കേസ് അതും വേണ്ട, അതും മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ കളർ ഫോഗ് ലാമ്പിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അതാകുമ്പോൾ ഒരു 3 കളറും കിട്ടും. 3 കളറിൽ യെല്ലോ, വൈറ്റ്, വാം, ഡിമ്മും ബ്രൈറ്റും വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഓപ്ഷൻസും ഉണ്ട്. പിന്നീട് ഈ ഫ്രണ്ടിൽ വരുന്നത് നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഒരു കുറച്ചുകൂടെ ഭംഗി കിട്ടാൻ വേണ്ടി ഫുള്ളായിട്ട് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ആ താഴത്തെ എൻഡിൽ ഗ്ലോസി ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഗ്രില്ല് പോർഷൻ ഇവിടെ ഒരു ക്രോം വരുന്ന പീസാണ്, അതും ചേഞ്ച് ചെയ്ത് ഫുള്ള് ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഈ ഒരു പോർഷനും നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. വേറൊരു ഇമീഡിയറ്റ് ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ റോക്കിൽ വരും നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനും നമുക്ക് ഗ്ലോസി ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്യാം. അത് കസ്റ്റമറുടെ പ്രിഫറൻസ് പോലെ. സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന മെയിനായിട്ടുള്ള മാറ്റം ഫുള്ളായിട്ട് ഡീക്രോം ചെയ്തിട്ടുണ്ട്. വണ്ടി ഫുള്ള് ഡീക്രോംഡ് ആണ്. കൂളിംഗ് ഫിലിമും ചെയ്തിട്ടുണ്ട്. ഗാർവേറിൻ്റെ ടിൻറ്റ് ഫിലിമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മിറർ ക്യാപ്പ് ഡീക്രോം ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇൻഡിക്കേറ്റേഴ്സ് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ക്രിസ്റ്റ തൊട്ട് എല്ലാ വണ്ടീൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇൻഡിക്കേറ്ററൂടെ ചേഞ്ച് ചെയ്തപ്പോഴാണ് ഈ വണ്ടീൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ളത്. അലോയ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അലോയ്സിൻ്റെ കളറ് നേരത്തെ സിൽവർ ആയിരുന്നു, അത് നമ്മൾ ചേഞ്ച് ചെയ്തൊരു കസ്റ്റം കളറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഹൈപ്പർ സിൽവറിനും ഗട്ട് മെറ്റലിനും ഇടയിൽ വരുന്ന ഒരു കോമ്പിനേഷനാണ്. കസ്റ്റം മിക്സ് ചെയ്താണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കാലിപ്പേഴ്സ് നമ്മളൊരു ബ്രൈറ്റ് യെല്ലോ ആക്കിയിട്ടുണ്ട്. ഇതുകൂടെ ചെയ്യുമ്പോഴത്തേക്ക് സൈഡിലത്തെ പ്രൊഫൈൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നീട് GRൻ്റെ ഡോർ വൈസർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ച് ആഡ് ചെയ്തേക്കുന്നതാണ് ഈ സ്പെസിഫിക് വണ്ടിക്ക് വേണ്ടിയിട്ട്. പിന്നീട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെല്ലാം ബാക്കിലോട്ടാണ്. ബാക്കിലൊരു JCBLൻ്റെ ഷട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. 2 ഇയേഴ്സ് വാറണ്ടി വരുന്ന ഷട്ടറാണ്. നമുക്കിന്ന് ലഭിക്കുന്നതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ ഷട്ടറാണ് JCBL ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫങ്ഷൻസ് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്, കൂടാതെ ആപ്പ് കൺട്രോൾ വരുന്നുണ്ട്, കൂടാതെ ബാക്കിലൊരു സ്വിച്ച് വരുന്നുണ്ട്. ഫുള്ളി വാട്ടർ പ്രൂഫായിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഷട്ടറാണ് ഇപ്പോൾ JCBL വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കമ്പനി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് ലോക്ക് വരുന്നതല്ല. ഓട്ടോ മിറർ ഫോൾഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് ഏകദേശം ഒരു 2500 രൂപ. അപ്പോൾ ഇതാണ് ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിൻ്റെ ഫംഗ്ഷൻ. ഏകദേശം 2500 രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. നമ്മൾ കമ്പനി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി ഓട്ടോ മിറർ ഫോൾഡിൻ്റെ ഓപ്ഷൻ തരുന്നില്ല. നമുക്കിത് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ടെയിൽ ഗേറ്റിൻ്റെ ഓപ്ഷനും ഇതുപോലെയാണ്. ടെയിൽ ഗേറ്റും കമ്പനി ടെയിൽ ഗേറ്റ് തരുന്നില്ല. നമുക്ക് റിമോട്ട് കൺട്രോളിൽ തന്നെ ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള ടെയിൽ ഗേറ്റ് ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് അപ്പോൾ ഇങ്ങനെയാണ് JCBL ഓട്ടോമാറ്റിക് ഷട്ടറിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആപ്പ് കൺട്രോൾ അതേപോലെ സ്വിച്ച് ത്രൂ പ്രവർത്തിക്കാൻ പറ്റും. ഫുള്ളി വാട്ടർ പ്രൂഫാണ്, ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അതേപോലെ തന്നെ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ JCBLൻ്റെ ഓട്ടോമാറ്റിക് ഷട്ടേഴ്സാണ്. പിന്നെ നമ്മൾ ഈ വണ്ടിയിൽ പ്രധാനമായിട്ട് വരുത്തിയിരിക്കുന്ന മാറ്റം ഹാമറിൻ്റെ ടോ ഹുക്കാണ്. ഒറിജിനൽ ഹാമറിൻ്റെ ടോ ഹുക്കാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. വണ്ടി ഏതെങ്കിലും റിക്കവറി പോയിൻറ്റ്സിലോട്ടോ എന്തെങ്കിലും വാഹനങ്ങൾ റിക്കവർ ചെയ്യാനായിട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ്. ബാക്കിൽ വരുത്തിയിരിക്കുന്നത് അതേപോലെ ഡീക്രോമിംഗ് ആണ്. ലെറ്റേഴ്സ് എല്ലാം ഡീക്രോം ചെയ്തിട്ടുണ്ട്. റിയർ എൻഡ് ഭാഗം ഫുള്ളായിട്ട് ഡീക്രോം ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങളുടെ ഹൈലക്സിനായിട്ട് കസ്റ്റം കിറ്റ് ബിൽഡിംഗ്, ഓട്ടോമാറ്റിക് ഷട്ടർ, മാനുവൽ ഷട്ടർ, മിറർ ഫോൾഡ്, ടെയിൽ ഗേറ്റ് ലോക്ക് ഇങ്ങനെയുള്ള എന്ത് മോഡിഫിക്കേഷൻ വർക്ക് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.